രാം നാരായണ രാം. നാം എല്ലാം വളരെ നന്നായി അറിയുന്ന കാര്യമാണ് ആകാശം പ്രകൃതി സൃഷ്ടിച്ചു. ഒപ്പം ആ സൃഷ്ടിയിലൂടെ നാം എല്ലാം ഉണ്ട്. എല്ലാം പരസ്പരം ഒരുമിച്ചിരിക്കുന്നു. ഇത്രയുമെല്ലാം നിന്നിൽ നിന്നാണ് എനർജി ലഭിക്കുന്നത്. നമ്മുടെ ചൈതന്യം ഉണരുന്നു, നമ്മുടെ വിവേകം രൂപപ്പെട്ടു. മനുഷ്യൻ എന്തും ചെയ്യുമ്പോൾ അത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്, അത് നമ്മുടെ വിവേകം നമുക്ക് പറയുന്നുണ്ട്. നമ്മളിലെ വിവേകം തന്നെ നമ്മുടെ മനസ്സാണ്, അത് നമുക്ക് എല്ലാം പറയുന്നുണ്ട്. നാം എപ്പോഴും തെറ്റായ ചിലത് ചെയ്യുമ്പോൾ നമ്മുടെ വിവേകം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു, ഇത് തെറ്റാണ്, ചെയ്യരുത് എന്ന്. ഈ മഹാകാശത്തെക്കുറിച്ച് നമ്മൾ ഒരുപാടും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ആകാശം എങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കുന്നില്ല. ആകാശം ശാശ്വതമാണ്, അത് അനാദികാലം മുതലുണ്ട്. ആകാശത്തിന്റെ സൃഷ്ടി ആരും ചെയ്യാൻ സാധിക്കുകയില്ല. അത് ഉണ്ടായിരുന്നില്ല, അത് ഉണ്ടാകുന്നു, എപ്പോഴും ഉണ്ടാകും. ആകാശമാണ് ദൈവം, അല്ലാഹു, ഗോഡ്. ആകാശം എല്ലാമാണ്, അതിനെല്ലാം ശക്തിയുണ്ട്. ആകാശം തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു, ഞാനാണ് സൃഷ്ടിയുമായി ഉണ്ടാകുക. ഞാൻ എന്റെ സ്വരൂപം അനേകം രൂപങ്ങളിൽ കാണാൻ ആഗ്രഹിക്കുന്നു. ആകാശം തന്റെ സ്വരൂപം കാണാനും തന്റെ സ്വരൂപത്തെ അനുഭവിക്കാനുമാണ് ആഗ്രഹിച്ചത്. അതിനാൽ അവൻ സൃഷ്ടിച്ചു. അന്താരാഷ്ട്ര ശൂന്യത്തിൽ 50 നക്ഷത്രങ്ങൾ, സൂര്യൻ, നക്ഷത്രങ്ങളുണ്ട്. ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യൻ ഇതിന്റെ എണ്ണത്തിനെ കണക്കാക്കാൻ സാധിക്കുമോ? ഇത് അസാധ്യമാണ്. ആകാശത്തിന്റെ ആഴം എത്ര ദൂരവും വീതി എത്ര ദൂരവും ആരെങ്കിലും അതിനെ അളക്കാമോ? നാം കമിച്ചാൽ മാത്രമേ ഇതിനെ തോന്നാനാകൂ. കണക്കാക്കാനും അളക്കാനും കഴിയുന്നില്ല. അതിനാൽ ഈ അനന്തമായ നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ ആകാശത്തിൽ തന്നെ ഉത്ഭവിച്ചുവെന്ന് മനസ്സിലാക്കണം. ഏതെങ്കിലും മനുഷ്യൻ അവയുടെ സൃഷ്ടി ചെയ്തിട്ടില്ല. ആകാശം തന്നെ ആദി അനാദിദത്തിന്റെ പൂർണ്ണ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം യഥാർത്ഥ പുസ്തകമാണ്, മനുഷ്യൻ രൂപപ്പെടുത്തിയിരിക്കുന്നത് അല്ല. ഈ ഗ്രന്ഥത്തിൽ അനന്തമായ പേജുകളുണ്ട്. അതുവഴി അനേകം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും. ഓരോ ഗ്രഹവും നക്ഷത്രത്തിലും പഞ്ചഭൂതങ്ങൾ ഉൾപ്പെടുന്നു. ഇവയെല്ലാം പഞ്ചഭൂതങ്ങളാൽ രൂപപ്പെടുന്നു. അതിൽ വെള്ളം, ഊർജം, വായു എന്നിവയാണ്. ഈ എല്ലാം പ്രകൃതിയെ സൃഷ്ടിച്ചു. നാം എല്ലാം ഉണ്ടായി. ഇവയുടെ ഊർജത്തോടെ നമ്മുടെ മനസ്സും മസ്തിഷ്കവും നമ്മുടെ വിവേകം രൂപപ്പെട്ടു. ഈ വിവേകം, ചൈതന്യം നമുക്ക് ശരിയായ രീതിയിൽ ജീവിക്കാൻ മാർഗനിർദ്ദേശം നൽകുന്നു. ഞാനവിടെ പറയുന്ന വിവേകം നമുക്ക് എപ്പോഴും തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അതിനുള്ള മുന്നറിയിപ്പ് നൽകുന്നു. നമ്മുടെ മനസ്സും വിവേകവും നമ്മളെ ശരിയും തെറ്റും തിരിച്ചറിയാൻ മാത്രമല്ല, നമ്മുടെ എല്ലാ വളർച്ചയ്ക്കും സഹായകമാണ്. ഒരു മനുഷ്യൻ എല്ലാ തടസ്സങ്ങൾ, കഷ്ടിപ്പുകൾ, ഭയം എന്നിവയിൽ നിന്ന് മുക്തനാകാം, അവൻ തന്നെ അറിയുകയും പ്രകൃതിയോടൊപ്പം ബന്ധപ്പെടുകയും ചെയ്താൽ. കൂടാതെ എന്ന് ജപിക്കുകയുണ്ടായാൽ അതിലൊരു ശാന്തിയും ശക്തിയും ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഊർജം നൽകുന്നു, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു. എന്ന പേര് അതിന്റെ ജപിച്ചതോടെ നിങ്ങൾക്ക് സ്വയം സംവേദനമുണ്ടാകും. ലോകത്ത് എക്കാലവും ചേരുന്നത് മാത്രമല്ല, സമൂഹത്തിലെ ആളുകളുടെ ക്ഷേമത്തിന് സഹായിക്കുന്നവരുടെ എണ്ണം എത്രയോ. എന്ന പേരിൽ ഒരു ശക്തിയുണ്ട്, അത് എല്ലാ സൃഷ്ടിയെയും താന്തേക്ക് ഉൾപ്പെടുത്തുന്നു. എന്ന പേരുമായി ചേരുമ്പോൾ നിങ്ങൾക്ക് അറിയപ്പെടും ജീവിതത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെ ദൂരെ പോകുന്നു, യാഥാർത്ഥ്യവും സന്തോഷവും എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ചേരുന്നു. നിങ്ങൾ മാത്രം ചിന്തിച്ച് ഒന്നും ചെയ്യാതെ ഇരുന്നതുകൊണ്ട് ജീവിതം ഫലപ്രദമാക്കാനാകുന്നില്ല. ജീവിതം ഫലപ്രദമാകുന്നതാണ് പ്രവൃത്തികൾ ചെയ്താൽ നാമവുമായി ചേരുക.